Hello everyone, welcome back to my YouTube channel. Today I thought of take a day in my life at my college because ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ കോളേജിലത്തെ പോസ്റ്റ് ആക്കിയിട്ട് അപ്പം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ട് രാവിലത്തെ ഫുഡാക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഗൈസ്. അങ്ങനെ വേഗം പോവാന്ന് വിചാരിക്കുമ്പോൾ തന്നെ പെട്രോൾ ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ എൻ്റെ കോളേജിലേക്ക് എത്തി. ആൻഡ് ഇതാണ് എൻ്റെ പാർക്കിംഗ് ഏരിയ. എപ്പോൾ ഞാൻ ഇവിടെയാണ് സ്കൂട്ടി പാർക്ക് ചെയ്യാറുള്ളത്. ആൻഡ് ദിസ് വാസ് മൈ കോളേജ് ആൻഡ് മാലിക് ദിനാർ കോളേജ് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എന്നാണ് പേര്. ആൻഡ് ഇത് സീതാങ്കൊള്ളിയിലായിട്ട് വരും ഈ കോളേജ്. പിന്നെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. കാരണം ഇന്ന് നമ്മൾക്ക് ഫെയർവെല്ലാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ കോളേജ് വെയിറ്റ് ആക്കുന്നുണ്ടായത് തീരാൻ വേണ്ടിയിട്ട്. ബട്ട് ഈ ഡേ എനിക്ക് കുറച്ച് ഇമോഷണൽ ഹേർട്ട് ഫീലിങ്സ് ഒക്കെ വന്നു ഗൈസ്. കാരണം ഇനി സ്കൂൾ കോളേജ് ലൈഫെല്ലാം എൻഡായി. ഇങ്ങനത്തെ ഒരു ലൈഫ് നമ്മൾ എന്തായാലും മിസ്സാവും. ആൻഡ് ഇപ്പം ഞാൻ നേരെ പോകാൻ പോകുന്നത് എൻ്റെ ക്ലാസ് റൂമിലേക്കാണ്. 3rd BA ഇംഗ്ലീഷ്. അന്നത്തെ ഡേ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ലീവ് ആക്കിയിട്ടുണ്ടായിട്ടായിരുന്നു. ആൻഡ് ഡു കമൻറ്റ് ഹൗ വാസ് മൈ കോളേജ് ആൻഡ് മൈ വീഡിയോ. ഇന്നലെ രാത്രി 9 മണിക്ക് ഗൈസ് കോളേജിൽ എന്ത് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്താ പറയാ ഫോണോക്കാം അങ്ങനെ ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ചോറ് ചോദിക്കുമ്പോ ചായ കുടിച്ചെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിട്ടാ ഗൈസ്. ഇപ്പം നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്ന റപ്പു ചക്ലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെമ്മനാടുത്തെ ഫേമസ് ആയിട്ടുണ്ട് റപ്പിച്ചാൻ്റെ ചക്ലിയാണ് ഇത്. ആമോളിലിട്ട് കാസർഗോഡ് എല്ലാവർക്കും അറിയും. അതിൻ്റെ തല്ലും പൊടിയും അല്ലാന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മെയിനായിട്ട് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ എന്ത് കൊണ്ടുവന്നെങ്കിലും കൈയിട്ട് വാരിയിട്ട് തോന്നും അത് വേറെ തന്നെ ഒരു ഭാഗമല്ല. അങ്ങനെ ആർക്കും ഒരു സമാധാനമില്ല അത് കിട്ടാണ്ട്. അതിനപ്പുറം ഇപ്പുറം കൊൽമാലാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഇൻറ്റേർണൽ എക്സാം ഉണ്ടായിന്. അതും ക്യാൻസലാക്കി. കാരണം നമുക്ക് ഫെയർവെല്ലാണല്ലോ. അങ്ങനെ ഒക്കെയാണ് ഗൈസ് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത്. നമ്മളെ കോളേജിന്റെ വ്യൂ കണ്ടു. കംപ്ലീറ്റ് ചെയ്യണോ? അതെ അതെ. എങ്ങനെയുണ്ട് പ്രീത? നല്ലുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സുനി മേക്ക് എ സീൻ. തീർന്നിട്ട് ഹർഷിതാവും നെജിയും റാഫിദാവും ചക്ലി വാങ്ങിട്ട് വരുന്നു ക്യാൻറ്റീൻ. നോക്ക് നോക്ക്, ഹർഷിത ചക്ലി കൊണ്ടുവന്നിട്ട് ആദില മോളും വെള്ളത്തിൽ ചക്ലി എടുക്കുന്നുണ്ട്. ഒരു ചക്ലിന്റെ കുൽമാനം Guys, tag your lipstick lover. I don't love lipstick. ആദ്യം ഇങ്ങനെ ചെയ്യണം. ലിപ്സ്റ്റിക് ലവർ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്? എങ്ങനെയാണ് ലിപ്സ്റ്റിക് വേണ്ടത്?
ഇതാണ് ക്ലാസ്സിന്റെ പുറത്തുള്ളത്. ഗൈസ് ഫസ്റ്റ് ബെഞ്ചേഴ്സ് ആണ്. ടീം പഠിപ്പികൾ. ഒരാൾ മിസ്സിംഗ് ആണ്. ടോപ്പർ, ക്ലാസ്സിലത്തെ ടോപ്പർ അൽഫിയ. ഇത് സെക്കൻഡ് ടോപ്പർ, ഇത് തേർഡ് ടോപ്പർ, ഇത് ഫോർത്ത്, ഇത് നിങ്ങളെ വരാം ഗൈസ്. ഇതാണ് നമ്മളെ കറണ്ട് സപ്ലൈ ആക്കുന്നത്. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ഇവിടെ നമ്മളുടെ ബെല്ലിന്റെ സ്വിച്ച് ഉണ്ട്, ഇവിടെ റഫാനയുണ്ട്. സ്റ്റാഫ് റൂം. ഓ താടെ നമ്മളുടെ പിന്നെ മേമിനെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് പിന്നെ ഒരാളെ കാണിച്ചു തരാം. ആ ബാക്കിലേക്ക് കൂടി വരുന്നത് കണ്ടോ? ക്ലാസ്സിൽ ഇപ്പൊ ഫസ്റ്റ് എത്തുന്നതാണ് സൂര്യ. എല്ലാം കഴിഞ്ഞു നമ്മളെ ക്ലാസ്സിൽ. സക്കിളി കൊണ്ടുവന്നിട്ടുണ്ടായിനി, ചെമ്മനടുത്ത റപ്പു. ഇതാ ആര് നോക്കുന്നതിന് നമുക്ക് നോക്കാം. ഗൈസ് മാം വന്നിട്ട് ഒരെല്ലുണ്ടോ നിർത്തുന്നില്ല. മാം നോക്കിയിട്ട് സോനി മിച്ചാൻ്റെ ചീരണിന്റെ ലഡുവാണ്. ഏത് സോനിയത്? ഗൈസ് പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കുകയാണ്. മിറർ ഇല്ലാതെ അവൾക്ക് ജീവിക്കാനേ കഴിയുന്നില്ല. മിററും ഐശ്വര്യയും ഇതെല്ലാരും ക്ലാസ് മാറാൻ പോകുന്ന ഗൈസ്. സാറിനെന്തിപ്പോ പറയാനുള്ള? ബാക്കി എല്ലാവർക്കും എക്സാം. മറ്റേ അപ്റ്റൽ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ആക്കിനാ. വീട്ടിൽ എന്ത് വേണം, 5 മിനിറ്റ് ഉണ്ട്, എന്ത് വേണം കൊടുത്തു നോക്കട്ടെ. സബ്സ്ക്രൈബ് നോക്കട്ടെ. തമാസലാ. വാ വാ അമ്മ പോന്ന. ഇത് നെഹ്ല. എന്ത് നിന്റെ ബ്ലോഗിന്റെ പേര്? എന്തിനാ നെഹ്ല? സബ്സ്ക്രൈബ് ആക്കാൻ പറയും. അതിലേ ചെല്ലല്ലോ. എൻഗേജ്മെന്റിന് വിളിച്ചത് മാമിന്റെ എൻഗേജ്മെന്റ് ആണ് ഗൈസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഇത് ബുക്ക്ഡ് ആയല്ല, ഇത് ബുക്ക്ഡ്. നമുക്ക് അടുത്തേന് പോവാ. ഇതില്ല, ഇത് ബുക്ക്ഡ് ആയിട്ടാ. സാരമില്ല, നമ്മ വരുവാ. നമ്മ നാളെ മറ്റന്നാൾ വരും. വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ഓന് വന്നിട്ട് ബാഗിലിടെ വെച്ചിട്ട് എക്സാമിന് പോന്ന. ഇതാണ് ഗൈസ് നമ്മുടെ ക്യാൻറ്റീൻ. ഒരു ഓടിട്ട വൈബാണ് ഗൈസ്. കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത്. ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ ഹർത്താലായതുകൊണ്ട് ക്യാൻറ്റീനിൽ ഫോൺ നോക്കുന്ന 3 യുവതികൾ ഗൈസ്. ഒരു മോര് എത്ര ആള് കുടിക്കണ വേണം? ലാസ്റ്റ് ആയോണ്ട് എല്ലാരും തിന്നു പിരിയുന്നു കൂട്ടുകാരും. ഗൈസ് ക്യാൻറ്റീനത്തെ ഫ്രിഡ്ജാണിത്. കിച്ചൺ ഇത്രയല്ല സാധനം. കോളേജിനെ പറ്റിട്ട് എന്ത് പറയാലോ? നിലുവിന്റെ ബ്ലോഗ്. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ഗൈസ് ഞാൻ ഇപ്പൊ എവിടെ പോന്നു വെച്ചി? ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളെ സ്വാഗതം ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഗൈസ്. നോക്കാനിത് അന്റെ തല തിരിച്ചിട്ട് താങ്കൾക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നിനക്കെന്താണ് പറയാനുള്ളത്? ഹർഷി, ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? മിസ്സാവോ? നമ്മളുടെ സുരയ്യ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തെത്തിനോ ഗൈസ്, പ്രിൻസിപ്പാൾ വന്നിരിക്കുന്നു. ഗൈസ്, Dear beloved seniors, I want to take a moment to express my earnest gratitude to each and every one of you for making years so unforgettable. Thank you for being a part of this journey. ഗൈസ്, ഞമ്മൾക്ക് കേട്ടുണ്ട്. A moment of satisfaction as well, because after 3 years you are completing your degree, you are fulfilling your parents' dreams, you are fulfilling your own dreams of graduating from this college. So അതിൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് തന്നെ പറയുന്നതാണ്, നിങ്ങൾ വളരെ നല്ലൊരു ബാച്ച് തന്നെയായിരുന്നു. ഇനിയുള്ള ആളുകളിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി ഹയർ ലെവലിൽ ചിന്തിക്കുക. ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, പറ്റുന്നത് B.Ed പോകാൻ പറ്റുവാണെങ്കിൽ B.Ed പോവുക. നമ്മൾക്ക് പ്രീവിയസ് ബാച്ച് ഉണ്ടായിരുന്നു, പക്ഷെ കമ്പയർ ചെയ്യുന്നല്ല, കുറച്ചും കൂടെ ഒരു സ്നേഹം എന്താ തോന്നുന്നു. ഒന്നുമില്ല, നിങ്ങളെപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ എത്ര ബാച്ച് വന്നു പോയാലും ചില മെമ്മറീസ് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ആ മെമ്മറീസ് ആണ് നിങ്ങളുടെ മെമ്മറീസ്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. നല്ല അനുസരണയുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കും. അതുകൊണ്ട് ഇഷ്ടം കുറച്ച് കൂടുതലാണ്. നിങ്ങളുടെ സ്നേഹം നമ്മൾക്ക് ഇത്രയും ഈ ഒരു 3 കൊല്ലം ഒരു വഴക്കമൊന്നും അറിയിക്കാതെ 3 കൊല്ലം കൊണ്ട് തന്നതിന് നിങ്ങളോട് ഞങ്ങൾ താങ്ക്സ് പറയാം. ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ ഒരു വലിയൊരു പിന്നെ ബാക്കിയുള്ള ക്ലാസ്സിലാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും പഠിക്കാൻ പോകുന്നുണ്ട്. നല്ല കുട്ടികളാണല്ല ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും നല്ല കുട്ടികൾ തന്നെയാണ്. പിന്നെ എനിക്ക് കിട്ടിയ ബാച്ച് ആണെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലൈക്ക് നല്ലൊരു പിള്ളേർ തന്നെയാണ്. ലൈക്ക് മാം പറഞ്ഞ പോലെ ഒന്നും പറയിപ്പിക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം നേരത്തെ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര ഇമോഷണൽ. ഇപ്പം ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ സെക്കൻഡ് ഇയേഴ്സിലൂടെ എനിക്ക് ഇത് പറയാനുണ്ട്. ലൈക്ക് നിങ്ങളുടെ അറേഞ്ച്മെന്റ് ഇറ്റ് വാസ് നൈസ്, നല്ല ഉണ്ടായിരുന്നു. ലൈക്ക് ചെയ്ത ഫോട്ടോസ് എന്തോ ഉള്ളിലൊരു നല്ലൊരു ഫീലിംഗ് എന്താ പറയാ, റിയറിയിൽ പോയി ഞങ്ങൾ ഇന്നലെ ഒരു ഫെയർവെല്
കോണ്ടാക്ട് ആക്കി അത് അവിടെ ഫീൽഡ് ഞങ്ങളെ താങ്ക് യു. എല്ലാ പോലെ ഡിവിഷൻ ഞാൻ തന്നെ ഉണ്ടായി നല്ല എപ്പോഴും ചെറിയ തലയിൽ വന്നുമ്പോൾ അത് എന്ത് നമ്മളുടെ സ്വാഭാവികോളും വലിയൊരു കാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരിക്കുന്ന ഒരു ഫുൾ വൈബ് അത് നമ്മളുണ്ടായിരുന്നു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് വിഷയമാണ് നമ്മുടെ സ്വർഗ്ഗകാര്യ അങ്ങനെ റാണിയ തിരിഞ്ഞിരിക്കുന്നു. എന്തിനു കരുന്നെ ഒത്തിനെ ഗെയിം കളിക്കാൻ വിളിച്ചു. ഗൈസ് തംഷറാഡ്സ് ആണ്. ഫിലിമിന്റെ പേര് പറയണം. ആൻഡ് സൂരി വാസ് ആക്ഷൻ. അങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഭയങ്കര ബോറാണ്. നിങ്ങളെ കമ്പനി ലാസ്റ്റ് പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലൊക്കെ വരുമ്പോഴൊക്കെ എല്ലാവരും കമ്പനി അങ്ങനെ സെറ്റായി. പിന്നെ അതിന് ശേഷം പോയ പയ്യൻ ഇപ്പൊ ഫാമിലിയായത്. പിന്നെ ഇതിനൊക്കെ യൂണിവേഴ്സിറ്റി പോവാണ്. അതിന് പോയതെങ്കിലും ഇതൊക്കെ നല്ല മിസ്സായിട്ട് ഇപ്പൊ ഇരിക്കുന്ന കാരണം ഏഞ്ചൽ ബാങ്കിനെ കുറെ കാര്യത്തിലേക്ക് കൈയെല്ലാം പക്ഷേ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അപ്പോ ഇവിടെ വന്ന് പിന്നെ ഫ്രണ്ട്സായി നല്ല നെക്സ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത് ഒന്ന് തന്നെ ക്ലാസ്സിലുണ്ട് യൂണിറ്റ്. ഞാൻ 10th പോയിന്, +2 പോയിന്, പക്ഷെ ഇന്നത്തെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടാവും. എല്ലാ ക്ലാസ്സിലുണ്ടാവും ഓരോ ആൾക്കാർക്ക് ഓരോരോ പ്ലേസ്. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയില്ല, ഓരോ സ്ഥലത്ത് പോയിട്ട് അതൊരു ബിസപ്പാണ്. ഒരാൾക്ക് ഒരു സ്ഥലം ഇഷ്ടമില്ല, എവിടെല്ലോ പോയിട്ട് ഉണ്ടാകുന്ന നല്ല ഫ്രണ്ട്സ് തന്നെ എല്ലാവരും നല്ല മിസ്സാവും. ട്രിപ്പ് നല്ലുണ്ട്. ടീച്ചേഴ്സ് ആയിരുന്നു ഏഞ്ചൽ മാമും പറയണ്ട. ക്ലാസ് 2 ട്രൈ ചെയ്തോ ഭാഗ്യത്തില് എല്ലാ മാമിന്റെ ക്ലാസ് ആദ്ര മാമും പറയാൻ ബാക്കില്ല പറഞ്ഞ 2 കൊല്ലണ്ടേ നമുക്ക് ആദ്ര മാം. പിന്നെ ദർശന മാം ഏഞ്ചൽ മാം ഇപ്പൊ കിട്ടിയോണ്ട് ഒരു ബേജാറാണ്. കുറച്ച് മുന്നേ കിട്ടണായി. അത്ര ക്ലോസ് ഒന്നില്ല, ലൈക് നല്ലോണം ക്ലോസ് ഉണ്ടായിട്ടാ എന്തിനെങ്കിലേ അപ്പിച്ചാലെങ്കിലും എങ്ങനെ
ഗൈസ് വേസ്റ്റ് എക്സ്പീരിയൻസ് പറയാൻ വന്ന ആളാണ് ഹർഷി. രണ്ട് മൂന്ന് വരുന്നത് 11 എനിക്ക്. പിന്നെ താഴെ ആൾക്കാർ അവരെല്ലാരും ഉണ്ട്. എന്താക്കി ആ വേറെ തുള്ളിട്ട് പോയിട്ട് ആടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് കയ്യിലോട്ട് എന്നെ പറഞ്ഞു. ഈ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. മൂന്നരക്ക് വിടുന്ന നിങ്ങൾ പിന്നെ മൂന്നേക്കാറിന് ഞാൻ ചില്ലിനിയോടെ കെട്ടിട്ട് വെച്ചിന് അറിയുന്നൊരു പാട്ടെടുക്കോ?
കേക്ക് ചെറുതായി. അടുത്തതായി കേക്ക് കട്ടിംഗ് ആണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? രണ്ടുപേരെ തൂക്കിക്കൊന്നതിൽ പ്രതികുംബ്ര. Pups and എല്ലാം തീർന്നു ഗൈസ്. അടിച്ചു കയറ്റുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഉണ്ടായിരിക്കുന്നു. നോക്ക് ഗൈസ്, ഇത്രയല്ല ഫോട്ടോ ഓർത്ത് അവിടുന്ന് കളക്ട് ആക്കിയത്. ഇതിൽ ഒരു ഫോട്ടോ നമ്മൾ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫെയർവെൽ കഴിഞ്ഞ് നോമ്പിന് മുമ്പുള്ള ലാസ്റ്റത്തെ ക്ലാസ് ആണിത്. ഇനി നമുക്ക് ഒന്നിച്ച് കൂട്ടാക്കാന് അങ്ങനത്തെ ഒന്നുമില്ല. ഇനി ക്ലാസ് മാത്രം. അത് നോമ്പിന് എങ്ങനെ ഉണ്ടാവും പറയാൻ കഴിയില്ല. അങ്ങനെ ഫൈനലി ബൈ ഗൈസ്. ഇതാണ് എൻ്റെ കോളേജിന്റെ ഓവർവ്യൂ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓവറാക്കല്ലേ കേട്ടോ. ബൈ ഗൈസ്. അങ്ങനെ കോളേജ് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞു. അതിസുന്ദര മനോഹരമായിരുന്നു. ജൂനിയേഴ്സ് ആണ് തന്നത്, സെക്കൻഡ് ഇയേഴ്സ്. ആൻഡ് ഇനി നമുക്ക് നോമ്പ് ഡേയ്സ്, റമദാൻ ഡേയ്സ് ആണ് ക്ലാസ് ഉള്ളത്. മിക്കവാറും 1 വീക്ക് ഉണ്ടാവും ഗൈസ്. അങ്ങനെ കോളേജ് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ് സ്കൂട്ടിൽ പോവുകയാണ്. Until next video, it's Nala signing off. Bye.